നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തുടർച്ചയായ അവധിയും പണിമുടക്കും കാരണം ഇന്ന് കൂടി കഴിഞ്ഞാൽ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. 3 ദിവസം ബാങ്ക് അവധിയും 1 ദിവസം ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കുമാണ് വരാനുള്ളത്. ഫലത്തിൽ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ഇടപാടുകൾ നടത്താനുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണം. മാസാവസാനത്തോടെ അടുക്കുന്നതിനാൽ തന്നെ പ്രവൃത്തി ദിനങ്ങളിൽ ബാങ്കുകളിൽ പതിവിലും കൂടുതൽ തിരക്കിനും സാധ്യതയുണ്ട്. ജനുവരി 24, 25, 26 ദിവസങ്ങളിലാണ് ബാങ്ക് അവധികൾ വരുന്നത്. ജനുവരി 24 ഈ മാസത്തെ 4-ാം ശനിയാഴ്ച ആയതിനാലാണ് അവധി. 25 ഞായറാഴ്ചയാണ്. 26 റിപ്പബ്ലിക് ദിനമായതിനാൽ തന്നെ അന്ന് പൊതു അവധിയാണ്. ഇതോടെ തുടർച്ചയായ 3 ദിവസം അവധിയാണ്. തൊട്ടു പിന്നാലെ ജനുവരി 27-ാം തീയതി ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്ക് ബാങ്ക് പ്രവൃത്തിയെ ബാധിക്കുകയാണെങ്കിൽ ഫലത്തിൽ തുടർച്ചയായിട്ടുള്ള 4 ദിവസം അവധിയാണ് ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് മിന്നൽ പരിശോധന നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പഠിച്ചിറങ്ങി ലൈസൻസ് നേടിയവരെ വിളിച്ചു വരുത്തി വാഹനം ഓടിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ പലർക്കും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ ചെക്കിൽ പരാജയപ്പെട്ടാൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തും. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സൂപ്പർ ചെക്ക് പരിശോധനയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ തടയാനായിട്ട് സെമിനാർ അല്ല, ട്രെയിനിങ് വേണമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ MVD ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകണമെന്നും കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് ടു വർക്ക് പദ്ധതിയിൽ 9861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങിയതായിട്ട് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ബുധനാഴ്ചയാണ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ അതുവരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായിട്ടുള്ള 10,000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. എല്ലാവർക്കും പ്രതിമാസ ഗഡുവായിട്ടുള്ള 1000 രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. 9861 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലെ സാങ്കേതിക തടസ്സം മൂലം തുക ക്രെഡിറ്റ് ആയിട്ടില്ല. തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുക എത്തുന്നതായിരിക്കും. പഠനം കഴിഞ്ഞ് തൊഴിലിനായിട്ട് തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായിട്ടുള്ള യുവജനങ്ങൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ ശ്രമം തുടരുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനാണ് കണക്ട് ടു വർക്ക് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്ഷേമ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്ന ശുഭസൂചന ധനമന്ത്രി KN ബാലഗോപാൽ ഈയിടെ നൽകിയിട്ടുണ്ട്. ജനുവരി 29-ാം തീയതി അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും സ്ഥിരീകരണവും ഉണ്ടാവുക. നിലവിലെ സൂചനകൾ പ്രകാരം 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരാനായിട്ട് ബജറ്റ് ദിവസം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കുകയുണ്ടായി. അതിനാൽ വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും. ജനുവരി മാസത്തെ വിതരണം 26-ാം തീയതിയോടൊക്കെ ആരംഭിക്കുമെന്നും വിവരമുണ്ട്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായതിനാൽ തന്നെ ജനുവരി 27, 28 ആയിരിക്കും തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങുക. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളവർ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കേണ്ടതാണ്. ചില പഞ്ചായത്തുകൾ ഇതിനെ മാർച്ച് മാസം വരെയൊക്കെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതുവരെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഉണ്ടെങ്കിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ജൂൺ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെല്ലാവരും അത് ഹാജരാക്കേണ്ടതാണ്. ഇത്തരത്തിൽ രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നവർക്ക് വരും മാസങ്ങളിലും തടസ്സങ്ങളില്ലാതെ പെൻഷൻ തുക കൈപ്പറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ സ്വർണ്ണവില കുറഞ്ഞു. വ്യാഴാഴ്ച ജനുവരി 22-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 210 രൂപ കുറഞ്ഞ് 14,145 രൂപയിലും പവന് 1,680 രൂപ കുറഞ്ഞ് 1,13,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.